നമസ്കാരം സുഹൃത്ത്. ഇന്ന് കാലത്താണ് ഒരു വാർത്ത കാണാനിടയായി. മൊണാലിസ എന്ന് പറയുന്ന കുംഭമേളയ്ക്കിടയിൽ അതിസുന്ദരമായ കണ്ണുകൾക്ക് ഉടമയായ പെൺകുട്ടിയെ അങ്ങ് തിരുവനന്തപുരത്ത് അങ്ങനെ മാതാപിതാക്കളുടെ വേറെ കല്യാണം ആലോചിച്ചു. അതിൽ നിന്ന് ശല്യം സഹിക്ക വയ്യാതെ ഒളിച്ചോടി കേരളത്തിൽ വന്നു. സാധാരണ ഒളിച്ചോടി അങ്ങോട്ടാണ് പോകാറ്, ഇത് കേരളത്തിലേക്ക് ഒളിച്ചോടി വന്നു. നടത്തി കൊടുത്തിരിക്കുന്നവർ കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി, ഒരു മന്ത്രി, പിന്നെ ഒരു PB മെമ്പർ, MP. എന്താണ് ഈ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ ആദ്യമേ പെൺകുട്ടിയോട് പറയട്ടെ, ഇനി മാല വിൽക്കാനുള്ള ഇട വരുത്തരുത്. ഏകദേശം 5-6 കോടി രൂപ കയ്യിലുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പലരും പറയും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നോർത്ത് ഇന്ത്യൻസിന് യഥാർത്ഥ കേരള സ്റ്റോറി എന്തായി എന്ന് മനസ്സിലായി. 18 വയസ്സുള്ള പെൺകുട്ടി 35 വയസ്സുള്ള ഒരു യുവാവ് ഒളിച്ചോടി ഇങ്ങോട്ട് വരുന്നു, നടത്തി കൊടുക്കുന്നു. അത് എല്ലാ കൗതുകം എന്ന് പറയുന്നത് എല്ലാ തിരക്കുകൾക്കിടയിലും നിന്നുകൊണ്ടും ഈ കല്യാണം നടത്തി ആശീർവദിക്കാൻ ഗോവിന്ദൻ മാഷ് കാണിച്ച ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിനെ നമ്മൾ കാണാതെ പോരും, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ. കാരണം ഇത്രയും തിരക്കുള്ള പാർട്ടിയാണ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്, സീറ്റ് വിഭജനം, എന്നിട്ട് പോലും ഇവരെ രണ്ടുപേരെയും കണ്ടെത്തി കല്യാണം നടത്തി കൊടുക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ കൈയടിക്കണം. പിന്നെ ശിവൻകുട്ടിയുണ്ട്, പിന്നെ വേറൊരു MP ഉണ്ട്. പറഞ്ഞു വരിക എന്ന് പറയുന്നത്, എന്തൊരു ആഭാസന്മാരാണ് ഇവരെ. ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്ത ശേഷമായിരുന്നെങ്കിൽ എന്തൊരു നാടാടോ ഈ പറയുന്നത്. ശരിയല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ആവേശ കമ്മിറ്റിക്കാരൊന്നും 2 വർഷം കഴിയുമ്പോൾ ഈ മൊണാലിസയുടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ പറയുന്ന പോലെ ആ പെൺകുട്ടിക്ക് മാല വിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കട്ടെ, ജീവിച്ചു പോട്ടെ. കാരണം ഇന്ത്യയിൽ പ്രായപൂർത്തിയായ പെണ്ണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം. എന്നാൽ പോലും 18 വയസ്സുള്ള പെൺകുട്ടി ഒരു അവരുടെക്കാട്ടും ഇരട്ടി പ്രായമുള്ള പുരുഷനുമായി ഒളിച്ചോടി വന്നപ്പോൾ ആ കാണിച്ച ആ മനസ്സ്, പാർട്ടിക്കാരുടെ മനസ്സ്, അതായത് കേരളം എന്ന് പറയുമ്പോൾ പെൺകുട്ടി പറയാം, കേരളം ബഹോത് അച്ഛാ ഹേ, കിസ്കെ ലി, ആർക്ക് കേരളം ബഹോത് അച്ഛാ. കഷ്ടമായിരുന്നാൽ മതി. അതായത് കേരളം മോശമെന്നല്ല, കെവിൻ എന്ന് പറഞ്ഞ യുവാവിനെ മുക്കിക്കൊന്നൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കാർ തന്നെ അവരുടെ ഒരു നേതാവിൻ്റെ, തിരുവനന്തപുരത്തെ ഒരു നേതാവിൻ്റെ ഏതോ ഒരു മകളുടെ കുട്ടിയെ അവിടുന്ന് മാറ്റി കഥകളൊക്കെ ഒരുപാടാണ്. അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന ഒരു നാടാണ് കേരളം. അതായത് അവർക്ക് അനുകൂലമായ രീതിയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് പറയാൻ ആയി. അതായത് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അപ്പം ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യൻസ് കേരള സ്റ്റോറിയിൽ വല്ല സത്യാവസ്ഥ ഉണ്ട്? ഞാൻ പറഞ്ഞൊന്നുമില്ല, അതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായി പാർട്ടിക്കാർ പറയുന്നതാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നടത്തി കൊടുക്കാൻ ഇവർ കാണിക്കുന്ന ഒരു ആവേശം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം വൃത്തികേടാണ്. അവർ വന്നു, ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല, എന്നാൽ പോലും പാർട്ടി ഇടപെട്ട് അത് മീഡിയ, അതൊരു വാർത്താ ദാരിദ്ര്യം എന്ന് അത് പറയാതെ വയ്യ. എത്രയും അധികം വാർത്താ ദാരിദ്ര്യം. ഈ 2 വർഷം കഴിയുമ്പോൾ ഇത് സ്റ്റാറ്റിക്സ് പറയുന്നത് പണത്തിൻ്റെ അത് കഴിയുമ്പോൾ ഇതിപ്പോൾ പെരുവഴിയിലാകും. ശരിയാണ്, അപ്പോഴൊന്നും കാണില്ല മീഡിയയും സഖാക്കന്മാരൊന്നും. ഇപ്പോൾ ഈ പെൺകുട്ടി പോകുമ്പോൾ എല്ലാവരും ഉണ്ട്. എന്നാലും വാർത്താ ദാരിദ്ര്യം ഇല്ലാത്തൊരു നാടാണല്ലോ കേരളം. അതിന് പുറകെ കുറേ മീഡിയക്കാരും കല്യാണം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്, എന്തൊരു ദുരന്തം പിടിച്ചൊരു നാടാണ് നമ്മുടെ കേരളം. ഞാൻ പറയല്ലേ, ആ തൊട്ടപ്പുറത്താണ് നേഴ്സുമാർ. അവർ ഒരു മാന്യമായ ശമ്പളത്തിന് വേണ്ടി പെൺകുട്ടികളും ആൺകുട്ടികളും റോട്ടിൽ തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ഈ സർക്കാരിന് ഒരുപാട് കാര്യം ഇടപെടാൻ സാധിക്കും. ലക്ഷക്കണക്കിന് യുവാക്കൾ കേരളത്തിന് വെളിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമില്ല, അല്ലെങ്കിൽ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നിട്ടാണ് ഇവർ പോയിരിക്കുകയാണ് കല്യാണം നടത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കുറിക്കും. എന്തുമാത്രം വൃത്തികേടാണ് സുഹൃത്തുക്കളേത്.